നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 20. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം പ്രഭാഷണം. ഇന്ന് നമ്മൾക്ക് ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിൽ 2-ാം അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകമാണ് പറയുന്നത്. 6-ാമത്തെ ശ്ലോകം നോക്കാം. ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടം കിം കരോം ഇതി ചൈകദാ ച ഏകദാ. ചൈകദ എന്നല്ല, ച ഏകദാ ത്വാം തഥാ ആജ്ഞാപയൽ കൃഷ്ണോ മദ്ഭക്താൻ പോഷയേതി ചാം. കൂട്ടക്ഷരാവുമ്പോൾ സംസ്കൃതത്തിലുള്ളത് അതേപോലെ മലയാളത്തിലേക്ക് ആക്കുക ചെയ്തിരുന്നത്. പക്ഷേ സംസ്കൃതം അറിയാത്തവരായ നമ്മൾക്ക് ആ വാക്ക് എങ്ങനെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടം കിം കരോം ഇതി ച ഏകദാം ത്വാം തഥാ ആജ്ഞാപയൽ കൃഷ്ണോ മദ്ഭക്താൻ പോഷയേതി ചാം. എന്താണ് അതിനർത്ഥം പറയണത്? ഒരു നാൾ നീ ശിരസിൽ അഞ്ജലീബന്ധം ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മൾ ഈശ്വരനെ തൊഴേണ്ടത്? ഇങ്ങനെ കൈ രണ്ടും തലയ്ക്ക് മീതെ അഞ്ജലീബന്ധം. ഇതാണ് ശരിയായ വഴി. ഇങ്ങനെ ആവണതും ശരി, ഇങ്ങനെയാണ് വയ്ക്കുക. ഇങ്ങനെ പരത്തി വെക്കരുത്. അഞ്ജലീബന്ധം വിടരാൻ വെമ്പുന്ന ഒരു താമരമൊട്ട് പോലെ വേണം കൈ പിടിക്കാൻ. അപ്പോൾ ഇത് താമരയാണ്, ഭഗവാൻ അർപ്പിക്കുകയാണ് പുറമെ. പക്ഷേ ഇത് എവിടുന്നാണ് വരുന്നത്? എൻ്റെ ഹൃദയമാകുന്ന താമരയാണ് ഭഗവാന് കൊടുക്കേണ്ടത്. കാമുകി കാമുകന്മാർ, ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം ഹൃദയം മാറുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരസ്പരം ഈശ്വരീയത അനുഭവിക്കുക. ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഈശ്വരീയത ആണ്. രണ്ടു കൂട്ടരും കൂടി വാമഭാഗം ഭാര്യ ഉള്ളപ്പോൾ ഭാര്യയും കൂടിയും ഭർത്താവിൻ്റെ ഒപ്പം ഈശ്വരോപാസന ചെയ്യണം. അല്ലെങ്കിൽ ഭാര്യയ്ക്കൊപ്പം ഭർത്താവ് ഈശ്വരോപാസന ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ അബദ്ധം? ഭർത്താവ് പാപം ചെയ്തുകൊണ്ടിരിക്കും, ഭാര്യ പുണ്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ടു കൂട്ടരും കൂടി ചെയ്താൽ എന്താ ഗുണം? അത് കുട്ടികൾക്ക് കൂടി ഒരു അസറ്റായിട്ട് മാറും. അപ്പോൾ അഞ്ജലി ബന്ധം ഇങ്ങനെയും തൊഴാം, പക്ഷേ ഇങ്ങനെ ചെയ്യണം. അതിപ്പോൾ ബാലാനാം, യുവാനാം, വൃദ്ധാനാം, സ്ത്രീണാം, പുരുഷാനാം ഒന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും തൊഴാം. അപ്പോൾ അഞ്ജലി ബന്ധം, ബദ്ധ്വാ അഞ്ജലിയും, അഞ്ജലികളെ ബന്ധിപ്പിച്ച് പിന്നെ ത്വയാ പുഷ്ടം ശിരസിൽ അഞ്ജലി ബന്ധം എന്നാ. ഒരു നാൾ നീ ശിരസിൽ അഞ്ജലി ബന്ധം ഇങ്ങനെ തന്നെ തൊഴണം തന്നെയാണ് ഭാഗവതം പറഞ്ഞത്. പക്ഷേ ഒരു സാധാരണ സപ്താഹത്തിൽ ഇതൊന്നും പറയാനുള്ള സമയമില്ല. അപ്പോൾ ആൾക്കാർ അവർ പറയില്ല, അവരവരുടെ കാര്യമൊക്കെ പോകും. അവരെയും കുറ്റം പറയാൻ പാടില്ല. അവരെ മോശമാക്കണത് വിവരമില്ലാത്ത കമ്മിറ്റിക്കാരാണ്. കാരണം കമ്മിറ്റിക്കാർക്ക് ഭാഗവതം എന്താണെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ത്വയാ പൃഷ്ടം ശിരസിൽ അഞ്ജലി വന്നുകൊണ്ട് ഞാൻ ചെയ്യേണ്ടതായ പ്രവൃത്തി എന്താണെന്ന് കൃഷ്ണനോട് ചോദിച്ചപ്പോൾ ഭക്തി ശ്രീകൃഷ്ണനോട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇതറിയണം. അല്ലാണ്ട് എനിക്ക് സമ്പത്ത് വേണം, വീട് വേണം, വണ്ടി വേണം എന്നല്ല അതിപ്പോൾ ഉത്തരം വരും. അപ്പം ഞാൻ ചെയ്യേണ്ടതായ പ്രവൃത്തി എന്താണെന്ന് ശ്രീകൃഷ്ണനോട് ചോദിച്ചപ്പോൾ എൻ്റെ ഭക്തന്മാരെ പുഷ്ടിപ്പെടുത്തുക എന്നാണ് ഭഗവാൻ എന്നോട് കൽപ്പിച്ചത് എന്ന് എനിക്കറിയാം എന്ന് നാരദർ പറഞ്ഞു. നാരദർക്ക് അറിയാം ശ്രീകൃഷ്ണൻ ഭക്തിയോട് എന്തു പറഞ്ഞു. ഭക്തി, നീ ഒരു കാര്യം ചെയ്യേ, എൻ്റെ ഭക്തന്മാരെ നീ പുഷ്ടിപ്പെടുത്ത്. യാദേവീ സർവഭൂതേഷു
പുഷ്ടിരൂപേണ സംസ്ഥിത. നമസ്തസ്മൈ 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 നമോ നമ. ദേവി മാഹാത്മ്യം. അപ്പോൾ ഈ ദേവി തന്നെയാണ് ഭക്തി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ദേവി മാഹാത്മ്യം ജപിച്ചത് കൊണ്ട് അയ്യോ അതിന് ചില പ്രീ കണ്ടീഷൻസ് പറയണ്ട. സംശുദ്ധമായ മനസ്സുകൊണ്ട് നിഷ്കാമത്വത്തോടുകൂടി ചെയ്യേണ്ടത് ചെയ്തു എന്നും കടമകൾ നിറവേറ്റിയെന്നും ആരുടെ മനസ്സിലാണ് ഇച്ഛാഭംഗമില്ലാതെ കണ്ടിരിക്കുന്നത് അവരുടെ കാര്യം നടക്കുള്ളൂ. ഇച്ഛാഭംഗം ചെയ്യേണ്ടത് ചെയ്യാതെ കണ്ട് ഭഗവാനെ ആർക്കും ഫോളാക്കാൻ പറ്റുമോ? എല്ലാവരിലും, കഴിവുള്ളവരിലും കഴിവില്ലാത്തവരും, സമ്പന്നരിലും സമ്പത്തില്ലാത്തവരിലും, വിദ്യ അന്വേഷിക്കുന്നവരിലും വിദ്യ അന്വേഷിക്കാത്തവരിലും, വിദ്യ ഉണ്ടായിട്ടും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാത്തവരിലും ഒക്കെ ഈശ്വരനുണ്ട്. ബാലാഗ്ര ശതവാഗസ്യ വിസ്തരസ്യ യോഗോ ജീവ പ്രമാണം ഉണ്ട് ഇപ്പം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നാരദർ ഭക്തിയോട് പറയുന്നു, നീ ഒരു ദിവസം തലയ്ക്ക് മീതെ കൈകൂപ്പി ഭഗവാനെ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ഭഗവാനോട് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ എൻ്റെ ഭക്തന്മാരെ പോഷിപ്പിക്കുക. ഇതാണ് എൻ്റെ ചുമതല. ഈ ചുമതലയില്ലാതെ കണ്ട് നീ ഇനി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലത്തെ സ്ഥിതി എന്താവും? അത്രയേ ഉള്ളൂ. ഭാവാർത്ഥം മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി 7ാമത്തെ ശ്ലോകം നോക്കൂ. അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ ഭൂധരിസ്ഥതാ മുക്തിം ദാസീം ദദോ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവിമോ. എന്താ പറഞ്ഞത്? അംഗീകൃതം ത്വയാ തദ്വൈ പ്രസന്നോ ഭൂധരിസ്ഥതാ മുക്തിം ദാസീം ദദോ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവ്യമോ. ഇവിടെയും വാക്കാർത്ഥമില്ല, ഭാവാർത്ഥം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ കൽപ്പനയെ നീ അംഗീകരിച്ചു. ഏത് കൽപ്പനയെ? ഭക്തന്മാരെ പോഷിപ്പിക്കുക എന്ന കൽപ്പനയെ. നമ്മൾ പറയാറില്ലേ, കൽപ്പന കേൾക്കാൻ നിന്നു. എന്ത്? കോമരം കൽപ്പിക്കുന്നത് കേൾക്കാൻ നിന്നു നമ്മൾ പറയാറ് പതിവുണ്ട്. പക്ഷേ കോമരം കൽപ്പിക്കുന്നത് സാധൂകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഭഗവതിനെ അങ്ങേ അറ്റം മനസ്സിൽ കുടിവെച്ചുകൊണ്ട് എല്ലാവരിലും ഭഗവതി ഉണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ശ്രേയസ്കരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്തില്ല വിചാരിക്കുക. ആ വ്യക്തി എത്ര കൽപ്പന കേട്ടിട്ടും കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കടമയാണ് കൽപ്പിക്കുക എന്നുള്ളത്. എന്നെ മനസ്സറിഞ്ഞ് മനസ്സ് നൊന്ത് വിളിച്ചാൽ ഞാനുണ്ടാവുന്നതാണല്ലോ ഭഗവതി പറയാം അല്ലേ. അപ്പോൾ നമ്മൾക്ക് മനസ്സ് നൊന്ത് വിളിക്കുക എപ്പോഴാണ് ആവുക? ദീനത്വം വേണം. എന്തായിരിക്കണം ദീനത്വം? എനിക്ക് ഈശ്വരീയതയെ മാനിക്കാനും ഈശ്വരീയതയിൽ കൂടി ഈശ്വരനാൽ പറയപ്പെട്ട കാര്യങ്ങളിൽ കൂടി ജീവിക്കാനും സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാതെ കണ്ട് എനിക്ക് അത് വേണം എനിക്കിത് വേണം എന്ന് പറഞ്ഞാൽ ഏത് ഈശ്വരനെ കേൾക്കുക? അപ്പോൾ നമ്മൾക്ക് ഡിസിപ്ലിൻ ഉണ്ടോ? അച്ചടക്കം ഉണ്ടോ? നമ്മൾക്ക് അറിവ് വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ അംഗീകൃതം. അപ്പോൾ പറഞ്ഞു ആ കൽപ്പനയെ നീ അംഗീകരിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞത്? നാരദർ ഭക്തിയോട് പറയണു. അപ്പോൾ ശ്രീഹരി നിന്നിൽ സന്തോഷിച്ചു. അദ്ദേഹത്തിൻ്റെ കൽപ്പനയെ നീ മാനിക്കുക കാരണം ശ്രീഹരി മഹാവിഷ്ണു നിന്നിൽ സന്തോഷിച്ചു. മുക്തിയെ നിനക്ക് ദാസിയായിട്ടും. ആർക്ക് ദാസിയായിട്ട്? ഭക്തിക്ക് ദാസിയാണ് മുക്തി. അപ്പോൾ എനിക്കും നിങ്ങൾക്കും സംശുദ്ധമായ ഈശ്വരഹിതം ചെയ്യുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്താൽ ഈശ്വരഹിതത്തിന് വിപരീതാവോ ആവില്ല എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് നമ്മൾ അറിയണം. എനിക്ക് അറിയണതൊക്കെ ധർമ്മം, എനിക്ക് അറിയാത്തതൊക്കെ എനിക്ക് അറിയുന്നത് ധർമ്മം, അറിയാത്തതൊക്കെ അധർമ്മം എന്ന് പറയരുത്. മറ്റുള്ളവരുടെ അറിവിനെ കൂടി നമ്മൾ മാനിക്കണം. പക്ഷേ ഈ അറിവ് ഭാഗവതത്തിൽ ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് അണുയിട തെറ്റാൻ പാടില്ല. അങ്ങനെയാണ്. ഇപ്പോൾ ഈ കമ്പിയുടെ മുകളിൽ കൂടെ നടക്കുക, കമ്പിയുടെ മുകളിൽ കൂടെ സൈക്കിൾ ചവിട്ടുക എന്നുള്ള സർക്കസൊക്കെ നമ്മൾ പലതും കണ്ടിട്ടുണ്ടാവും.
എന്താണ് കാരണം? കോൺസെൻട്രേഷൻ, സശ്രദ്ധ, ശ്രദ്ധവാൻ ലഭത്തെ കാര്യം. ഏതൊരു കാര്യത്തിനും ശ്രദ്ധ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ആ കൽപ്പനയെ നീ അംഗീകരിച്ചു, അപ്പോൾ ശ്രീഹരി നിന്നിൽ സന്തോഷിച്ചു. മുക്തിയെ നിനക്ക് ദാസിയായിട്ടും ജ്ഞാനം വൈരാഗ്യം എന്ന് പേരായി 2 പേരെ പുത്രന്മാരായിട്ടും നൽകി. അപ്പോൾ നമ്മൾക്ക് മുക്തി തരുന്നത് ആരാ? ഭക്തിയാണ്, ഈശ്വരനല്ല. ഈശ്വരൻ ശിവനായിക്കോട്ടെ, വിഷ്ണുവായിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, ഹനുമാനായിക്കോട്ടെ, അയ്യപ്പനായിക്കോട്ടെ, അവരല്ല മുക്തി തരുന്നത്. മുക്തി തരാനുള്ള ഏജൻറ്റ് ഭക്തിയാണ്. ആ ഭക്തിയുടെ അളവ് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഭഗവാൻ അറിയാം. അതിനനുസരിച്ചിട്ട് ഭക്തിയോട് പറയും ഇയാൾക്ക് മുക്തി കൊടുക്കുക, ഇല്ലെങ്കിൽ ആയിട്ടില്ല. അപ്പോൾ എല്ലാറ്റിനും ഒരു ഏജൻ്റ് ഉണ്ട്. ഭഗവാൻ സാക്ഷി മാത്രമാണ്. ഭക്തിയുടെ മാധ്യമത്തിൽ കൂടി ജീവിക്കുന്ന ഒരാൾക്ക് മോക്ഷം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഭഗവാൻ നോക്കുള്ളൂ. അപ്പോൾ പറഞ്ഞു, മുക്തിയെ നിനക്ക് ദാസിയായിട്ടും ജ്ഞാനം വൈരാഗ്യം എന്നു പേരായ ഈ 2 പേരെ പുത്രന്മാരായിട്ടും നൽകി. അപ്പോൾ ഭഗവാന് പിന്നെ അനപത്യ ദുഃഖം ഉണ്ടെങ്കിൽ ഭഗവാൻ തരും. പക്ഷേ പൂന്താനം പാടി, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റെന്തിനായി. അപ്പോൾ ശ്രീഹരിയുടെ പാദപത്മത്തെ ശരണം പ്രാപിച്ചവർക്ക് നാശം ഉണ്ടാവില്ല. കാരണം ആദ്യം ഭഗവാന് അർപ്പിക്കുന്ന നാമാർച്ചന എന്താ? ഓം അച്യുതായ നമഃ. അച്യുതൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ച്യുതിരഹിതൻ, നാശമില്ലാത്തത്. അപ്പം നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല, സ്നേഹിക്കാം. അതിനേക്കാൾ ഉപരി ആരെ സ്നേഹിക്കണം? നമ്മളെ ഈശ്വരനെ, അച്യുതനെ, ച്യുതിരഹിതനായിരിക്കുന്ന അച്യുതനെ, ഈശ്വരനെ, ആത്മാവിനെ, പരമ്പൊരുളിനെ. അപ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് ആരോടാ പറയേണ്ടത്? ഈശ്വരനോട്. അപ്പോൾ ഈശ്വരൻ തിരിച്ച് ചോദിക്കും, ഞാൻ പറഞ്ഞ പോലെ ആണോ നീ ജീവിക്കണത്? അറിവില്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് പറയരുത്. അറിവ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നീ നിന്നിലെ ശത്രുക്കളെ കൊല്ലെന്നല്ലേ പറഞ്ഞത്? നിന്നിലുള്ള കാമ, ക്രോധ, മത, മത്സര, ലോഭ, ഭയാദികളായിട്ടുള്ള പൊറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളല്ലേ ഈ 6 ആൾക്കാരെ? ആരെ? കാമ, ക്രോധ, മത, മത്സര, ലോഭ, ഭയാദികൾ. അല്ലാതെ കൊണ്ട് ഭഗവാൻ അർജുനനോട് ദുര്യോധനാദികളെ കൊല്ലെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരൊക്കെ ഈ കാമക്രോധ മത മത്സര ലോഭങ്ങളുടെ മൂർത്തിഭാവമുള്ളവരാണ്. അതുകൊണ്ടാണ് അവർ മരിച്ചത്. അപ്പോൾ 8ാമത്തെ ശ്ലോകം നോക്കുക. 8ാമത്തെ ശ്ലോകം, പോഷണം സേനരൂപേണ വൈകുണ്ഠേ ത്വം കരോഷിജാ ഭൂമോ ഭക്തിവിഭോഷായ ഛായാരൂപം ത്വയാ കൃതം. പോഷണം സേനരൂപേണ വൈകുണ്ഠേ ത്വം കരോഷിജാം ഭൂമോ ഭക്തവിഭോഷായ ഛായാരൂപം ത്വയാ കൃതം. എന്താ പറഞ്ഞത്? ഇവിടെയും ഭാവാർത്ഥമുള്ളൂ. നീ നിൻ്റെ പരമാർത്ഥ സ്വരൂപത്തോടുകൂടെ ആരുടെ ഭക്തിയുടെ പരമാർത്ഥ സ്വരൂപത്തോടുകൂടെ വൈകുണ്ഠത്തിൽ ഭക്തന്മാരെ പരിപാലിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു ജോലിയല്ല, ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് ഭക്തിയുള്ളവർക്ക് മുക്തി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇവിടുന്ന് കുറേ സച്ചിന്മയാത്മാക്കൾ, സാത്വിക ആത്മാക്കൾ വൈകുണ്ഠത്തിൽ എത്തിയിട്ടുണ്ട്. അവർക്കും നീ എൻ്റർടൈൻ ചെയ്യണം. എങ്ങനെ? ഭക്തി ട്രെയിനിങ്. ഒരു ജോലി ചെയ്യുമ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ ട്രെയിനിങ് കൊടുക്കണം. എന്തിനാ? പ്രായമായിട്ടുള്ളവരോട് എങ്ങനെ പെരുമാറണം, കുടുംബക്കാരോട് എങ്ങനെ പ്രതികരിക്കണം, നാട്ടുകാരനെ ആരും ചെറുതായിട്ട് കാണരുത്. കണ്ടാൽ ആർക്കാണ് കുഴപ്പം? അവർക്കല്ല, ആരാണ് ചെറുതായി കണ്ടത് അവർക്കാണ്. അപ്പം നമ്മൾ നാട്ടുകൂട്ടം കൂടാം, നാട്ടുവർത്തമാനങ്ങൾ അറിയാം. പക്ഷേ ഒരാളെ ദീനപ്പെടുത്തുന്ന കൂട്ടത്തിൽ, വൈഷമ്യപ്പെടുത്തുന്ന കൂട്ടത്തിൽ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല. കാരണം എന്താ? ആരാണ് വ്യക്തിഹത്യ ചെയ്യണത്? അവരിലും ഈശ്വരനുണ്ട്. ആരേനെയാണ് ചെയ്യണത്? അവരിലും ഈശ്വരനുണ്ട്. അപ്പോൾ അവിടെ വ്യക്തി വൈഭവങ്ങളെക്കാൾ ഈശ്വര വൈഭവങ്ങൾക്കാണ് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്.
അതുകൊണ്ടാണ് നീ നിൻ്റെ പരമാർത്ഥ സ്വരൂപത്തോടു കൂടെ വൈകുണ്ഠത്തിൽ ഭക്തന്മാരെ പരിപാലിക്കുകയും ചെയ്യുന്നു. ഭൂമിയിലുള്ള ഭക്തന്മാരെ വിശേഷമായി പരിപാലിപ്പാൻ വേണ്ടിയിട്ട് നിൻ്റെ പ്രതിബിംബം നിന്നാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഭക്തിയുടെ പ്രതിബിംബം ആണ് സൽസ്വഭാവം. സൽസ്വഭാവം ഇല്ലാത്ത ഒരാൾക്ക് ഭക്തി ഉണ്ടാവില്ല. ഭക്തിയും ഭഗവാനും ഭക്തനും ഒന്നാണെന്ന് പല സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രഹ്ലാദൻ്റെ അച്ഛനെ ഭഗവാൻ നരഹരി രൂപമായി വന്ന് വധിക്കാൻ കാരണം തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ ശാരീരികവും മാനസികവുമായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. അതുവരെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ചില കാര്യത്തിൽ ഈ ചൊട്ടയിലെ ശീലം നുള്ളിക്കളയണം എന്നുള്ളതില്ല. കാരണം ഓരോ വ്യക്തികളും ചെയ്ത പാപപുണ്യങ്ങൾ അനുഭവിച്ച് തീർന്നാൽ മാത്രമേ അതിൽ നിന്ന് രക്ഷയുണ്ടാവുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു നിൻ്റെ പ്രതിബിംബം നിന്നാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാകുന്നു. അത് കഴിഞ്ഞിട്ട് 9ാമത്തെ ശ്ലോകം പറയണു, മുക്തിം ജ്ഞാനം വിരക്തിം ച സഹകൃത്വാ ഗതാ ഭുവി കൃതാദിദ്വാപരസ്യാന്തം മഹാനന്ദേന സംസ്ഥിതാം. ഒന്നുകൂടി വായിക്കാം, ശ്രദ്ധിച്ചോളൂ. മുക്തിം ജ്ഞാനം വിരക്തിം ച സഹകൃത്വാ ഗതാ ഭുവി കൃതാദിദ്വാപരസ്യാന്തം മഹാനന്ദേന സംസ്ഥിത. എന്താ അതിന് പിന്നെ എന്താണെന്ന് പറയുക, വാക്കാർത്ഥം പറയണില്ല അവിടെയും. ഭാവാർത്ഥേ പറഞ്ഞുള്ളൂ. മുക്തി ജ്ഞാനം വിരക്തി, മുക്തി ജ്ഞാനം വിരക്തി എന്ന 3 പേരോടുകൂടി ഭൂലോകത്തെ പ്രവേശിച്ച ഭവതി കൃതയുഗം മുതൽ ദ്വാപരയുഗം കഴിയുന്നത് വരെയുള്ള കാലം മുഴുവനും മഹാ ആനന്ദത്തോടുകൂടെ വസിച്ചു. എന്തേ പിന്നെ ഏതാ വരുന്നത്? കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കലിയുഗ. അപ്പം എന്തേ? ഭക്തിയുടെ 2 മക്കളായിരിക്കുന്ന ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് പോഷണം ഇല്ലാതെ ഉണ്ടായി. അറിവ് കുറഞ്ഞു, പോഷണം കുറഞ്ഞു. ഭക്തിക്ക് ജ്ഞാനമെന്നും വൈരാഗ്യമെന്നും. വൈരാഗ്യം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? വിരാഗം. ഒന്നിനോടും പ്രത്യേക താല്പര്യം ഉണ്ടാവാൻ പാടില്ല. അതാണ് ഭാഗവതം പറഞ്ഞത്. നിങ്ങളൊക്കെ വ്യത്യസ്ത സ്വഭാവക്കാരാണ്, വ്യത്യസ്ത സ്വഭാവങ്ങളുടെ ഫലം അനുഭവിക്കാൻ താല്പര്യമുള്ളവരാണ്. പക്ഷേ ഞാൻ എത്രയോ കാലമായിട്ട് നിഷ്കാമകാമം ചെയ്യാൻ പറയുന്നു, നിങ്ങളാരും കൂട്ടാക്കണില്ല എന്നാണ്. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഭക്തി മതി എന്ന് പറയണ എത്ര ആൾക്കാരുണ്ട് എന്നാണ് ഭഗവാൻ ചോദിക്കണത്. അപ്പോൾ ഭക്തി കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമുണ്ട്. കലിയുഗം വരുമ്പോൾ അതിന് പ്രസക്തി ഇല്ലാതെ ഉണ്ടായി. അതുകൊണ്ടാണ് ഭഗവാൻ ഭാഗവതത്തിൽ പറയുണ്ടായി, ഭക്തിവർദ്ധനവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഭാഗവതോപാസന ചെയ്യണം. ഭാഗവതം നല്ല നിലയ്ക്ക് കേൾക്കുക, നല്ല വഴിക്ക് മനനം ചെയ്യുക. ആദ്യം കീർത്തിക്കണം, ശ്രവണം കഴിഞ്ഞാൽ കീർത്തിക്കണം, പിന്നെയാണ് മനനം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? മുക്തി ജ്ഞാനം വിരക്തി എന്ന 3 പേരോടുകൂടി ഭൂലോകത്തെ പ്രവേശിച്ച ഭവതി കൃതയുഗം മുതൽ ദ്വാപരയുഗം കഴിയുന്നത് വരെയുള്ള കാലം മുഴുവനും മഹാനന്ദത്തോടുകൂടി വസിച്ചു. അത്രയേ ഉള്ളൂ. ഇനി 10ാമത്തെ ശ്ലോകം പറഞ്ഞു. കലൗ മുക്തിക്ഷയം പ്രാപ്ത പാകണ്ഠാമയ പീഡിത തത് അജ്ഞായാ ഗതാ ശീഘ്രം വൈകുണ്ഠം പുനരേവസാം. കലോ മുക്തിക്ഷയം പ്രാപ്ത പാഖണ്ഡാമയ പീഡിതാം ത്വത് ആജ്ഞയാ ഗത്വാ ശീഘ്രം വൈകുണ്ഠ പുനരേവസാം. ഇവിടെയും ഭാവാർത്ഥമേ ഉള്ളൂ. കലിപ്രവേശത്തിൽ പാഖണ്ഡമത പ്രചാരമാകുന്ന രോഗം. അതെന്ത് രോഗാടോ?
കയ്യിന് വേദന, കാലിന് വേദന, നെഞ്ഞിന് വേദന, നെറ്റിക്ക് വേദന, ചെവി വേദന, കണ്ണ് വേദന, അതൊന്നുമല്ല. പല്ലുവേദന ഒന്നുമല്ല. പാഖണ്ഡമതപ്രചാരം എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രാഹ്മണനല്ലേ, ഞാനും മനുഷ്യനല്ലേ, ഞാൻ ക്ഷത്രിയനാണ്, ഞാനും മനുഷ്യനല്ലേ, ഞങ്ങൾക്ക് എന്താ കുറച്ച് കള്ളു കുടിച്ചാൽ മോശം, ഞങ്ങൾക്ക് എന്തുകൊണ്ട് മത്സ്യമാംസം ഭക്ഷിച്ചുകൂടാ എന്ന മുറവിളി ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര വ്യത്യാസമില്ലാണ്ട് എല്ലാവരും മുറവിളി കൂട്ടുന്നുണ്ട്. സ്ത്രീകൾ പറയണു ഞങ്ങളും പുരുഷന്മാരും കൂടി എന്താ വ്യത്യാസം, ഞങ്ങൾ പാൻസ് ഇടും, ഞങ്ങൾ ടീഷർട്ട് ഇടും, ഞങ്ങൾ തലമുടി ക്രോപ്പ് ചെയ്യും, നിങ്ങളാരാ ചോദിക്കാൻ? ആരും ചോദിക്കാനില്ല. ആരാണ് വേഷം മാറിക്കെട്ടണത്? അവരവർക്കാണ് പൊല്ലാപ്പ്. വേറെ ആർക്കുമില്ല. കണ്ടു നിൽക്കണവർക്ക് എന്താ പൊല്ലാപ്പുള്ളത്? അപ്പോൾ ഇവിടെ പറയണു കലോമുക്തി ക്ഷയം പ്രാപ്ത. കലികാലം വന്നതോടുകൂടി ഭക്തിക്ക് ക്ഷയം തുടങ്ങി. അപ്പോഴോ പാഖണ്ഡാമയ പീഡിത, ഈ പാഖണ്ഡമത പ്രചാരമാകുന്ന എപ്പോൾ വേണമെങ്കിൽ കള്ളു കുടിക്കാം, എപ്പോൾ വേണമെങ്കിൽ കോഴിയെ കൊല്ലാം, ആടിനെ വെട്ടാം, പോത്തിനെ വെട്ടാം, മാംസം തിന്നാം, അതാണ് പാഖണ്ഡമതം ഇല്ലേ? ഇപ്പോൾ IT മേഖലകൾ, IT സ്ഥാപനങ്ങളുള്ള സ്ഥലത്തു കൂടി പബ്സ് തുറക്കണം എന്ന് പറഞ്ഞാൽ മദ്യശാലകൾ തുറക്കണം എന്നാ. എന്തിന്? ഈ 10-18 വയസ്സ് മുതൽക്ക് 26-27 വയസ്സ് വരെയുള്ള യുവജനങ്ങളെ ഇല്ലായ്മ ചെയ്യണം. അതന്നെ ഉത്തരവാദിത്വം. അവരുടെ കയ്യിൽ കാശുണ്ട്. അപ്പോൾ ഒന്ന് മിനിങ്ങിയിട്ട് ഓഫീസിൽ പോവാം, വീട്ടിലേക്ക് പോകുമ്പോഴൊന്നും മിനുങ്ങാം. ആർക്കാ നഷ്ടം? മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മനസ്സിലാക്കിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമില്ല. എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവരവരെ ശരിയാക്കാമെന്നല്ലാണ്ട് നമുക്ക് മറ്റുള്ളവരെ ശരിയാക്കാൻ പറ്റുമോ? ഇല്ല. അത് വിചാരിച്ച് നമ്മൾ നമ്മുടെ കടപ്പാടുകളും കടമകളും ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. കാരണം എന്താ? തന്നിലിരിക്കുന്ന ഭഗവാൻ അത് ഇഷ്ടാവില്ല. നിനക്ക് ഐശ്വര്യം ഉണ്ടായിട്ടും നീ നിൻ്റെ കടമകൾ ചെയ്തില്ല, ആരാണ് അതിന് ഉത്തരവാദി? നീയല്ലാതെ കണ്ട ആരുമല്ല. അപ്പം ഇത്രയൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ എന്ന മുനിപ്രോക്തമായുള്ള കാര്യത്തിൽ നമ്മൾക്ക് ശാശ്വതമായുള്ള സമാധാനം ഉണ്ടാവും. അപ്പോൾ ഇവിടെ നീ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? കലികാലത്ത് നീയെ വന്ന സ്ഥലത്ത് ഇങ്ങനെ മടങ്ങി. എവിടുന്നാണ് ഭക്തി വന്നത്? വൈകുണ്ഠത്തിൽ നിന്ന്. അപ്പോൾ ഇപ്പോഴപ്പം അങ്ങോട്ടാണ് പോയത്? വൈകുണ്ഠത്തിൽ തന്നെ. ആരാ അവിടെ? അവിടെയാണ് മഹാവിഷ്ണു. അപ്പോൾ ഇവിടെ പറയണു 11ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചോളൂ. സ്മൃതാ ത്വയാപി ചാത്രൈത്വാ മുക്തിരായാദിചാം പുത്രീകൃത്യ ത്വയേ മോച പാർശ്വേ സ്വജനൈവ രക്ഷിതാഃ. എന്താണ് അർത്ഥം പറയാ? ത്വയാ, അവിടെ അർത്ഥം പറയണ്ട, നെന്നാൽ എന്നർത്ഥമായി. ത്വയാ നെന്നാൽ, സ്മൃത സ്മരിക്കപ്പെട്ടവളായിട്ട്, മുക്തി അത്രയേവ ഇവിടെ തന്നെ, ആയാദിച്ച യാദിച്ച മുക്തി ആയാദി യാദിച്ച. അപ്പോൾ പറഞ്ഞു അതെ, മുക്തി അത്രയേവ ഇവിടെ തന്നെ, യാദിച്ച വരികയും പോവുകയും ചെയ്യുന്നു. ത്വയാ നെന്നാൽ, ഇമൗ ഇവ രണ്ടുപേര്, ആരെ? ജ്ഞാനവൈരാഗ്യങ്ങൾ, പുത്രീകൃത്യ പുത്രന്മാരാക്കപ്പെട്ടിട്ട്, സ്വസ്യപാർശ്വേവ നിൻ്റെ സമീപത്തിൽ തന്നെ, രക്ഷിക്കപ്പെട്ടവരാകുന്നു. ഭക്തി തനിക്ക് താനിപ്പോൾ അമ്മയുടെ റോളിലാണ്. തൻ്റെ മക്കളുടെ പേരെന്താണ്? എൻ്റെ കുട്ടികളുടെ പേര് ഭഗവാൻ കൽപ്പിച്ച് തന്നത് ജ്ഞാനവൈരാഗ്യന്മാരെന്നാണ്. എന്നാലേ അവരെ രണ്ടാളേനെയും സുസ്ഥിർഹമായ രീതിയിൽ നോക്കി വളർത്തേണ്ടത് നീ തന്നെയാണ്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലാട്ടോ എന്ന് എല്ലാവരും കാണെ ഭക്തിയോട് പറയാൻ തുടങ്ങി. നടക്കാൻ അതിനുള്ള ശക്തി ഉണ്ടല്ലോ. എന്താ എൻ്റെ ശക്തി? തൻ്റെ ശക്തിയല്ലേ ഭക്തി. ഭഗവാനും ഭക്തനും ഭക്തിയും കൂടി എന്താ വ്യത്യാസം? അപ്പോൾ തനിക്ക് ഓരോ മനുഷ്യന്മാരുടെ ഹൃദയത്തിലും ഭക്തി ഉണ്ടാക്കുക എന്നുള്ള
അസാധാരണമായ സാധാരണ കാര്യം, അസാധ്യമായ സാധ്യമായ കാര്യം ചെയ്യാൻ കഴിവുള്ളവളാണ് നീ. അതുകൊണ്ട് രക്ഷപ്പെടണം. നീ നിൻ്റെ കർമ്മം ശരിക്ക് ചെയ്താൽ ഭഗവാൻ നിന്നെ അനുഗ്രഹിക്കും. ഇതാരാ പറഞ്ഞു കൊടുക്കണത്? നാരദ മഹർഷി. അതുകൊണ്ടാണ് പറഞ്ഞത്, നിന്നാൽ സ്മരിക്കപ്പെട്ടവളായിട്ട് മുക്തി ഇവിടെ തന്നെ വരികയും പോവുകയും ചെയ്യുന്നു. നിന്നാൽ ഇവർ രണ്ടുപേർ പുത്രന്മാരാക്കപ്പെട്ടിട്ട് സ്വസ്യ പാർശ്വേ നിൻ്റെ സമീപത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഗുണപാഠം പഠിക്കണം. എന്താ? വയസ്സുകാലത്ത് അച്ഛനമ്മമാരെ വിട്ടു പോകാൻ പാടില്ല. എന്താ അങ്ങനെ? കാരണം അവരെങ്ങനെയാണ് നമ്മളെ വളർത്തണത്, അതേപോലെ അവർ പ്രായമാവുമ്പോൾ, അച്ഛനമ്മമാർ പ്രായമാവുമ്പോൾ മക്കളുടെ കടമ അവരെ നോക്കി രക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം എന്താ? ബാലാനാം യുവാനാം വൃദ്ധാനാം. വൃദ്ധന്മാരിലും ഈശ്വര ചൈതന്യത്തിന് യാതൊരു കമ്മിയില്ല. നേരെ മറിച്ച് ഈശ്വര ചൈതന്യം തുളുമ്പി നിൽക്കും. കാലം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ജ്ഞാനം ആണ് അവരുടെ കയ്യിലുള്ളത്. അവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇപ്പോൾ അച്ഛനമ്മമാരെ കൊണ്ട് ഒസ്യത്ത് എഴുതി ഉണ്ടാക്കി ഒപ്പിട്ടിട്ട് തൻ്റെ ഇഷ്ടപ്രകാരം അത് വിറ്റ് ഇവരെ വൃദ്ധസദനത്തിലാക്കി സന്തോഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ മനസ്സിലാക്കണില്ല അവർക്കും ഈ ഒരു അവസ്ഥ വരുന്നുള്ളത്. അപ്പോൾ ഭക്തി ചെറുപ്പമാണെങ്കിലും ഭക്തി ചെറുപ്പക്കാരിൽ ഭക്തിയുടെ പ്രഭാവം ഉണ്ടാക്കി കൊടുത്താൽ ഈ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന കുട്ടികൾ യുവാക്കന്മാരായിരിക്കേണ്ടതിന് പകരം വൃദ്ധതയെ പ്രാപിച്ചു. ശരീരത്തിന്, മനസ്സിനല്ല, മനസ്സിന് വൃദ്ധതയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ പുരാണ ഇതിഹാസങ്ങളൊക്കെ പഠിച്ച് അറിയേണ്ടതിനെ അറിഞ്ഞു എന്നുള്ളതാണ്. അതല്ല കേസ്. എന്നും നശിച്ചുകൊണ്ടിരിക്കുന്ന, എന്നും സരളമാകാതെ കണ്ട് ഹാർഡായിട്ട് ആർക്കും ഉപകാരമില്ലാതെ കണ്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു, ഭാവതിയാൽ സ്മരിക്കപ്പെടുന്ന സമയം മുക്തി ഭൂലോകത്തിൽ വരികയും പോവുകയും ചെയ്യുന്നു. അതായത് ഭക്തി അതെ, ഭക്തി ഭഗവാന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ തന്നെയല്ല താമസം. അതെ. അപ്പോൾ നമുക്ക് വേണമെങ്കിലോ നമ്മളാഗ്രഹിച്ചാൽ മതി, ഭക്തി ഇവിടെ എത്തും. എങ്ങനെ എത്തും? സർവജ്ഞ സർവവ്യാപീന. പക്ഷെ നമ്മളെങ്ങനെ ഇരിക്കണം? പുത്രേഷണ, ധാരേഷണ, അർത്ഥേഷണ, ഈ 3 ഏഷണകളിൽ നിന്ന് ഒഴിയണം. അതേതൊക്കെയാ? കിട്ടിയത് പോരാ എന്ന് വിചാരിക്കണേനാണ് അർത്ഥേഷണ എന്ന് പറയുക. പുത്രേഷണ എന്ന് പറഞ്ഞാൽ ആദ്യം കുട്ടികൾ ഉണ്ടാവാത്തൊരു ദുഃഖം. പിന്നെ കുട്ടികൾ ഉണ്ടായാൽ അവർക്ക് ഓട്ടിസം ഉണ്ട്, അല്ലെങ്കിൽ അപസ്മാരമുണ്ട്. അപ്പോൾ ആ കുട്ടികളെ എന്താണ് പറയുക, ജ്ഞാനവൈരാഗ്യന്മാരാക്കി തീർക്കേണ്ടതാരാ? നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ നമ്മുടെ കടമയും കടപ്പാടും ചെയ്യാൻ വിമുഖത കാട്ടിയാൽ ആർക്കാരുടെ ദണ്ണം? അവരവർക്ക് തന്നെ, ഈശ്വരനെ ബാധിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവർ രണ്ടുപേരെ പുത്രന്മാരായി കരുതിയിട്ട് ഭവതി സമീപത്തിൽ തന്നെ ഇരുത്തി രക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് 12ാമത്തെ ശ്ലോകത്തിൽ പറയണു, ഉപേക്ഷാതകലോ മന്ദോ വൃദ്ധോ ജാതോ സുതോ തവ തഥാപി ചിന്താം മുഞ്ച ത്വം ഉപായം ചിന്തയാമ്യഹം. അവിടെ 2ാമത്തെ വരിയിൽ അവസാന വാക്കിൻ്റെ മുന്നിലുള്ള വാക്ക് ത്വം ഉപായം എന്നാ. അവിടെ എന്താ പ്രിൻറ്റിങ്? ത്വമുപായം. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? കൂട്ടക്ഷര. അപ്പോൾ ത്വം ഉപായം, നീ ഉപായം കാണണം. അപ്പോൾ കുറേ അങ്ങോട്ട് വായിക്കുമ്പോൾ തന്നെ വരും. അതെവിടുന്നാണ് വരുന്നത്? ഇപ്പോൾ പണ്ടം ജാസ്തി ഉള്ളവർക്ക് ബാങ്കിൽ സേഫ് ഡിപ്പോസിറ്റ് വാൾട്ട്, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം. ഈ ബുദ്ധി എവിടെ വയ്ക്കുക? നമ്മൾ ബുദ്ധി വയ്ക്കാൻ ഇപ്പോൾ ബ്ലഡ് ബാങ്ക് ഉണ്ട്, ബുദ്ധിയുടെ ബാങ്കില്ല. ആ ബുദ്ധി നമ്മുടെ ഹൃദയത്തിലാണ്. അത് ഉദിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ അനുഗ്രഹം വേണം. കാരണം ഈ അന്ധക്കരണ വൃത്തി എന്ന് പറഞ്ഞത്
മനസ്സ്, ചിത്തം, അഹങ്കാരം, ബുദ്ധി. അപ്പം നമ്മൾ എന്താ പറയേണ്ടത്? യാദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ. ദൈവിത്വമാണ്, ദൈവികമായ വരദാനാണ് ബുദ്ധി. അത് നമ്മൾ അനവരതം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫല. സത്കർമ്മങ്ങളുടെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കർമ്മങ്ങൾ. മറ്റുള്ളവർക്ക് പ്രീതികരമായി ജീവിക്കാത്തവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കില്ലെന്നാണ് പറയാം. അതിനെന്തൊക്കെ കാരണം എന്നുള്ളത് നമ്മൾ തേടേണ്ട ആവശ്യമില്ല. ഒരു വെജിറ്റേറിയൻ എക്സിസ്റ്റൻസ്, തിന്നാനും കുടിക്കാനായിട്ട് നമ്മൾ ജന്മം പാഴാക്കി കളയരുതെന്ന് ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 18 വയസ്സായിട്ടുള്ള ബുദ്ധിമാൻ വേണോ 100 വയസ്സായിട്ടുള്ള മന്ദൻ വേണോ ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വായ്മൊഴിയായിട്ടും പുരാണങ്ങളിലും ഉപപുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും, അതായത് രാമായണത്തിലും മഹാഭാരതത്തിലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കതിനൊന്നും ശ്രദ്ധയില്ലാണ്ട് പോയി. അതിനാരാ കുറ്റക്കാർ? അച്ഛനമ്മമാരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം എല്ലാ അച്ഛനമ്മമാർക്കും മക്കൾക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം 12ാമത്തെ ശ്ലോകത്തിൽ പറയേണ്ടത് എന്താണ്? ഉപേക്ഷാതാകലോ മന്ദോ വൃദ്ധോ ജാതോ സുതോ തവാം തഥാപി ചിന്താം മുഞ്ചത്വം ഉപായം ചിന്തയാമ്യഹം. ഈ 2 കുട്ടികൾ ചെറുപ്പക്കാരായിട്ടിരിക്കേണ്ടവർ വൃദ്ധതയെ പ്രാപിച്ചു എന്നാണല്ലോ എൻ്റെ കംപ്ലൈൻറ്റ്. എന്താ കംപ്ലൈൻറ്റ്? ജ്ഞാനവൈരാഗ്യന്മാരാവുന്ന 2 മക്കൾക്ക് പിടിച്ചാലും നടക്കാൻ വയ്യ, അത്ര അവശതയാണ്. എപ്പോൾ? കലികാലത്ത്. ഇപ്പം ഞാൻ 2020 ജൂൺ 2-ാം തീയതിയാണ് ഈ ചാനൽ തുടങ്ങിയത്. ഇപ്പോഴും അത് 1400 എത്ര വെച്ചാൽ അത്രേ ഉള്ളൂ. നേരെ മറിച്ച് ഞാനൊരു ആന ഓടിയതോ അങ്ങനെ വല്ലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര റീച്ചാവും. അത് റീച്ചാവും ചെയ്യും, ഞാൻ റിച്ചാവും ചെയ്യും. പക്ഷേ എൻ്റെ ഉദ്ദേശം അതല്ല. പിന്നെ എൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ എന്ന് പറഞ്ഞ പോലെ കുടുംബഭരണം നടത്താൻ വേണ്ടി അന്യനാട്ടിൽ പോയി ബുദ്ധിമുട്ടി. അപ്പോൾ ഒരേ ഒരു കാര്യം ലാഭം ഉണ്ടായത് എന്താ? കള്ളുകുടിക്കോ മദ്യപാനത്തിനോ അടിമപ്പെട്ടില്ല. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ ഇല്ലേനി. മാത്രമല്ല 1995 എൻ്റെ ഗുരുനാഥനെ കണ്ടുമുട്ടാനും അതൊരു പ്രസ്ഥാനാക്കി മാറ്റാനും. അപ്പോൾ എല്ലാവർക്കും 24 മണിക്കൂറാണ്. നമുക്ക് എവിടുന്ന സമയം കിട്ടിയത് എന്ന് പറഞ്ഞാൽ പാഴ്വാക്കുകൾ പറയുന്ന സംസാരങ്ങളിൽ ഏർപ്പെടാതെ കണ്ട് പ്രീതിജനകമായ രീതിയിൽ അവരവരുടെ കടമകളും കടപ്പാടുകളും നിറവേറ്റുന്ന ജീവിത സന്ധാരണത്തിൽ മുഴുകി. പക്ഷേ അതിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ കുറച്ച് താമസമായി. അതൊരു സത്യമാണ്. കാരണം ഭക്തിയുടെ പ്രതലം തുടങ്ങണത് ഒരു തരം വൈരൂപ്യങ്ങളുള്ളപ്പോഴാണ് ഭക്തി ഉറക്കുള്ളൂ. സ്ഥിതപ്രജ്ഞ എന്ന ആപ്തവാക്യം. അറിവിൽ സ്ഥിതി ചെയ്യുക, അറിവിൽ സ്ഥിരമായിരിക്കുക. ആ അറിവ് നമ്മളെ രക്ഷിക്കും. ധർമ്മം വധ ധർമ്മം ചര. അങ്ങനെ ആകുമ്പോൾ ധർമ്മം വധിക്കപ്പെടുകയും ധർമ്മത്തിൽ ചരിക്കപ്പെടുകയും ചെയ്താൽ ആ ധർമ്മം നമ്മളെ രക്ഷിക്കും. ഇതാണ് ആപ്തവാക്യം. അപ്പോൾ ഭഗവാനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ വിശ്വാസം വേണം. അപ്പോൾ മൂർത്തിക്ക് ഭാവം കൊടുക്കണത് ആരാ? ഭക്തന്മാരാണ്. ഭക്തൻ ജീവൻ പോയി ശവമായാൽ അമ്പലത്തിൽ നിൽക്കാൻ പറ്റില്ല, എടുത്ത് പുറത്തേക്ക് ഇടുവർ. കാരണം എന്താ? ഇത് ശവമാണ്. അപ്പോൾ ഈ ശവത്തിന് ശിവത്വം കൊടുക്കണത് ആരാ? ശിവത്വം എന്ന് പറഞ്ഞാൽ എന്താ? മംഗളദായകൻ ഭഗവാൻ. ഭഗവാൻ ഏകമായ പരബ്രഹ്മൻ ത്രിവിധമായി പിരിഞ്ഞു. അതിൽ സത്വമൂർത്തിയായിട്ട് മഹാവിഷ്ണുവും, രജോഗുണമൂർത്തിയായിട്ട് ബ്രഹ്മാവും, തമോ ഗുണമൂർത്തിയായിട്ട് പരമശിവനും വന്നു എന്നാണ് കഥ. പക്ഷേ ആ തമോ ഗുണവും രജോ ഗുണവും സാത്വിക ഗുണവും അതിനെ നമ്മൾ വർണ്ണ സംബന്ധിയായിട്ട് ഉപകരിച്ചാൽ ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര എന്നുള്ള 4 എണ്ണത്തിലേക്ക് എത്തും.
പക്ഷേ ഈ 4 ഗുണവും ഒരാൾക്കാണ് വേണ്ടത്. നാല് കൂട്ടക്കാരല്ല. ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാ ജായതേ ബ്രാഹ്മണ. കർമ്മം ചെയ്തിട്ടാണ് ബ്രാഹ്മണനാവണത്, കർമ്മം ചെയ്തിട്ടാണ് വൈശ്യനാവണത്, കർമ്മം ചെയ്തിട്ടാണ് ക്ഷത്രിയനാണത്, കർമ്മം കൊണ്ടാണ് ശൂദ്രനാവണത്. അപ്പോൾ ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ എൻ്റെ ഭാര്യയെ പരിചരിക്കില്ല, ഞാൻ എൻ്റെ അച്ഛനമ്മയെ പരിചരിക്കില്ല എന്ന് വന്നാൽ അയാൾ നമ്പർ 1 വിഡ്ഢിയാണ്. കാരണം എന്താ, ആ വ്യക്തിക്ക് ശുശ്രൂഷ എന്നുള്ള മനോഭാവം വന്നില്ലെങ്കിൽ ഭാര്യയുടെ സ്നേഹം എങ്ങനെ കിട്ടും? ഭർത്താവിന് ഭാര്യയുടെ സ്നേഹം എങ്ങനെ കിട്ടും? ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ സ്നേഹം എങ്ങനെ കിട്ടും? അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ബ്രാഹ്മണനാണോ? അല്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി കാര്യങ്ങൾ ചോദിച്ച് വാങ്ങുക, അതാണ് ക്ഷത്രിയത്വം. അത് അച്ഛനമ്മമാരെ മറ്റുള്ളവരിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത അതെ രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം വന്ന് എന്താന്ന് പറയുക, അയാൾ ഒരു ഭോഷനാണെന്ന് പറയും. അപ്പോൾ ആവശ്യാനുസരണം പൗരോഹിത്യം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരോപാസന ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ബ്രാഹ്മണരാണ്. കാരണം നമ്മൾ ബ്രഹ്മണ്യത്തിനെയാണ് അനുസന്ധാനം ചെയ്യണത്. അല്ലാതെ കൊണ്ട് ഇഷ്ടദേവി ഇഷ്ടമൂർത്തി ഭാവം അല്ല അവിടെ. ഈ കുലദൈവം ഗ്രാമദേവത അതൊക്കെ രാഷ്ട്രദേവത ഇല്ലാതെ കൊണ്ട് എന്ത് കുലദേവത ഉണ്ടാവുക? അപ്പം നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് പല രൂപത്തിലും പല ഭാവത്തിലും അറിയപ്പെടുന്നത് എന്നുള്ള ടെക്നിക്കാലിറ്റി ഉണ്ട്, അതറിയണം. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് ഭഗവതീനെ മാത്രമേ തൊള്ളൂ എന്ന് പറയരുത്. കാരണം ആകെ 7 ആഴ്ചയുള്ളൂ. അതിൽ നല്ല ആഴ്ച ചീത്ത ആഴ്ച എന്നില്ല. അത് മനസ്സാണ് ചീത്തയും നല്ലതാക്കണത്. ഈശ്വരീയത ഉണ്ടെങ്കിൽ പുല്ലിന് വജ്രത്തിൻ്റെ ബലായി, ഈശ്വരാധീനം ഇല്ലെങ്കിലോ ഈ പറയണ വജ്രത്തിന് പുല്ലിൻ്റെ വില ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്തോ ഉപേക്ഷ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ 12ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്? കലിയിൽ ഉപേക്ഷ ഹേതുവായിട്ട് നിൻ്റെ പുത്രന്മാർ 2 പേരും ആലസ്യം ബാധിച്ചവരും വാർദ്ധക്യം പ്രാപിച്ചവരുമായിട്ട് ജാതന്മാരായി. എങ്കിലും നീ വിചാരത്തെ ഉപേക്ഷിച്ചാലും അഹം ചിന്തയാമി, ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ എങ്ങനെയാണ് നേരായ വഴിയിൽ കൊണ്ടുവരിക എന്ന് നിനക്ക് ഇപ്പോൾ ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ലാണ്ടായി. അതിനിപ്പോൾ ഞാൻ കുറ്റക്കാരനല്ല. ഇതാരാ പറഞ്ഞത്? നാരദർ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഉപായമുണ്ട്, ആ ഉപായത്തെ നീ സ്വീകരിക്കേ. ഇപ്പോൾ ധ്രുവൻ ചിറ്റമ്മയുടെ വാക്ക് കേട്ട്, അതായത് വിഷം പുരട്ടിയ അമ്പ് പോലെയാണ് തൻ്റെ മനസ്സിനെ മുറിവാക്കിയത്. എന്നാൽ ഭഗവാനെ തപസ് ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു എന്നല്ലാതെ കൊണ്ട് എന്ത് മന്ത്ര ജപിക്കേണ്ടതെന്ന് ആ കുട്ടിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭഗവാൻ തന്നെ ഈ നാരദരെ നിയോഗിച്ചു. ഇതാ ഇങ്ങനെ എൻ്റെ ഒരു ഭക്തൻ എന്നെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്താനുള്ള ഊർജ്ജസ്വലതനായിരിക്കുന്ന ഒരു 5 വയസ്സുകാരൻ ഉത്താനപാദ മഹാരാജാവിൻ്റെ രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ താൻ വഴിമധ്യത്തിൽ പോയി അയാളെ തടഞ്ഞു നിർത്തി അയാൾക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അയക്കുക. ഇതൊക്കെ ധ്രുവന് മനസ്സിലായോ? ഇല്ല. അതേപോലെ നമ്മൾക്കും മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഗുരുവിനെ തേടിപ്പോയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ അധമം, ഗുരുവിനെ തേടിപ്പോയി കിട്ടിച്ചാൽ അത് മധ്യമം, ഗുരു നമ്മളെ തേടി വന്നാൽ അത് ഉത്തമം. അപ്പോൾ ഈ ഉത്തമം മധ്യമം അധമം എന്നുള്ളത് A to Z കാര്യങ്ങളിലുണ്ട്. അതൊക്കെ അളവുപോലെ നമ്മൾ മറ്റുള്ളവരെ അളക്കാറില്ല, സ്വയം അളന്ന് തിട്ടപ്പെടുത്തുക. സ്വയം നമ്മൾ രക്ഷപ്പെടാന്നല്ലാണ്ട് നമുക്ക് വേറൊരാളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാരണം എല്ലാവരും അവരവരുടെ പാപപുണ്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ജന്മം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും വഴിപാട് കൊണ്ടും, ഇപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത്, തപസ് കൊണ്ടും ദാനം കൊണ്ടും നിങ്ങൾക്ക് എന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. കാരണം കലികാലത്ത് നാമസങ്കീർത്തനം, ഈ നാമസങ്കീർത്തനം എന്ന് പറഞ്ഞാൽ എന്താ, ഭഗവാനോടൊന്നും അപേക്ഷിക്കാതെ കണ്ട്, ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള ഉപദേശങ്ങളെ ഉപേക്ഷിക്കാതെ കണ്ട്
ഭഗവാനാൽ പറയപ്പെട്ട കാര്യങ്ങൾ സ്വയത്താക്കി അതിനെ നമ്മുടെ പ്രായോഗിക ശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. പ്രായോഗിക ശാസ്ത്രത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു കാര്യവും ഏതുപോലെയാവും? ഓട്ടപാത്രത്തിൽ വെള്ളം കോരി ഒഴിക്കണ കൂടുതലാവും. അപ്പോൾ ആ 20ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കൈവിടാൻ പാടില്ല. എന്താ പറഞ്ഞത്? കലികാല പ്രഭാവം നിമിത്തം ജ്ഞാനവൈരാഗ്യങ്ങളായ നിൻ്റെ പുത്രന്മാരുടെ പേരിൽ ശ്രദ്ധയില്ലായ്മ മൂലം അമ്മയ്ക്കാണ് കുറ്റം. ജ്ഞാനവൈരാഗ്യങ്ങൾ വൃദ്ധതയെ പ്രാപിച്ചത് അവരിൽ നീ നിൻ്റെ സുവിശേഷമായ ഗുണത്തെ ചെലുത്തിയില്ല. ആ 2 കുട്ടികൾക്ക് വേണ്ടത്ര ഭക്തി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ വൃദ്ധന്മാരാവില്ല. അതുകൊണ്ടാണ് ശ്രദ്ധയില്ലായ്മ മൂലം അവർ 2 പേരും മന്ദന്മാരും വൃദ്ധന്മാരുമായി ഭവിച്ചിരിക്കുന്നു. എങ്കിലും അതിനെക്കുറിച്ച് ഭവതി ഇനി പരിതപിക്കണ്ട. കാരണം അവരെ സുസ്ഥന്മാരാക്കുവാൻ, അതായത് വേണ്ടത്ര ഉയർന്ന നിലയിൽ എത്തിക്കുവാൻ ഉപകരിക്കുന്ന സുഖമായ ഉപായത്തെ ഞാൻ ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഉണ്ടെന്നല്ല പറഞ്ഞത്. ഭഗവാന്റെ വരപ്രസാദം ഇല്ലാണ്ട് നാരദർക്കും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നാരദരെ ഒരു മിനിറ്റ് കണ്ണ് ചിമ്പി ഈ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്, ഈ ഭക്തിയെ എങ്ങനെയാണ് ഞാൻ ഉപദേശിക്കേണ്ടത് എന്ന് കണ്ണടച്ച് നിർഭയത്വത്തോടു കൂടി ഈശ്വരനെ സ്വന്തം മനസ്സിന് പാദാതികേശം കേശാദിപാദം ഒന്ന് സ്തുതിച്ചാൽ മതി. സദാസേവ്യ എപ്പോഴും ഈശ്വര സ്മരണയിലിരിക്കുന്ന ആളുകൾക്ക് വിളക്ക് കൊളുത്തും പൂജ ചെയ്യും വേണ്ട. കാരണം എന്താ? ആ ഒരു ലെവലിൽ എത്തിക്കിട്ടിയാൽ പിന്നെ എല്ലാം ആയി. ഈശ്വരനെ ഈ പൂജാസമയത്ത് മാത്രം ധരിക്കണതും പൂജ ചെയ്യാതെ കണ്ട് സദാസമയത്തും ഈശ്വരനെ മനസ്സിൽ വിചാരിക്കുന്നതും കൂടി വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈശ്വരനോട് ദ്വേഷബുദ്ധി ഉള്ളവർക്ക് ഭക്തന്മാരെക്കാൾ നേരെ നേരത്തെ മോക്ഷം കിട്ടും. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? അവരെ സുസ്ഥന്മാരാക്കാൻ ഉപകരിക്കുന്ന സുഖോപായത്തെ ഞാൻ ആലോചിക്കുന്നുണ്ട് എന്ന് നാരദർ പറഞ്ഞു. അപ്പോൾ 13ാമത്തെ ശ്ലോകം നോക്കൂ. കലിനാ സദൃശ ക അഭി യുഗോ നാസ്തി വരാനനെ തസ്മിം സ്ത്വം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. ശ്രദ്ധിക്കുക. കലിനാ സദൃശ ക അഭി, കോ അഭി എന്നാണ്. അപ്പോൾ അതിന് ക അഭി യുഗോ നാസ്തി വരാനനെ തസ്മിം സ്ത്വാം സ്ഥാപയിഷ്യാമി ഗേഹേ ഗേഹേ ജനേ ജനേ. ഹേ സുന്ദരി, കലിയോട് തുല്യമായിട്ടുള്ള യുഗം മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞാൽ കലികാലത്ത് ഭഗവാനെ കീർത്തിക്കുന്നത് കൊണ്ടല്ല മോക്ഷം കിട്ടുന്ന നാമസങ്കീർത്തനം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ജപിച്ചാൽ മതി. രാമ 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 പാഹിമാം. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, ഭഗവാന്റെ കാര്യം എന്താ ഭഗവാൻ ചെയ്യേണ്ടതെന്നുള്ളത് നീ ഓർമ്മപ്പെടുത്തണ്ട മോനെ. പിന്നെ എന്തിനാ വ്യാസര ഈ മന്ത്രം ഉണ്ടാക്കിയിട്ടുള്ളത്? കലിസന്ധരണ ഉപനിഷത്ത് ഉണ്ടാക്കിയത് എന്താ? ഈ ഹരേരാമ മന്ത്രത്തിൻ്റെ പേരാണ് കലിസന്ധരണ ഉപനിഷത്ത്. ഇത് ജപിക്കാതെ കണ്ട് ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഉന്നമനത്തിനായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംസ്കൃത കാവ്യമാണ് നാരായണി. ഭാഗവതം പോലെ അല്ല അത്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരില്ല. നിങ്ങളുടെ ഇഷ്ടമല്ല എനിക്കിഷ്ടം. ഈശ്വരഹിതം എന്താ അതേ ഞാൻ പറയുള്ളൂ. നാരായണ ഭട്ടതിരിയെ റെസ്പെക്റ്റ് ഉണ്ട് എനിക്ക്. കാരണം അദ്ദേഹത്തിന് ഒരസന്നിഗ്ധ ഘട്ടം വന്നപ്പോൾ എവിടുന്നാണ് ഞാൻ ഭജിക്കേണ്ടത് എന്ന് ഭാഷാപണ്ഡിതനായിരുന്ന തുഞ്ചത്തെഴുത്തച്ഛനോടാണ് ചോദിച്ചത്. മത്സ്യം തൊട്ട് തുടങ്ങുമെന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. എന്നാലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ? ശാന്തി സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹിന്ദുക്കളെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഈ സവർണർ എന്ന് പറയുന്നതിൽ നിന്ന് താഴെ അവർണർ അതിലെല്ലാവരും വിട്ടു. ആരാ? ബ്രാഹ്മണരല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ
ക്ഷത്രിയരും വൈശ്യരും പിന്നെ ശൂദ്രരൊക്കെ പെട്ടു. ആയിക്കോട്ടെ. ഈ എത്ര ആൾക്കാരുടെ വീട്ടിൽ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ഫോട്ടോ ഉണ്ട്? ആരാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ? ഈ ബ്രാഹ്മണ്യത്തിൻ്റെ പോരായ്മകൾ, അതിൻ്റെ എല്ലാവിധ വൃത്തിഹീനമായ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിൽ തൊട്ടുകൂടായ്മ ഇരിക്കണ കാലത്ത് കേരളത്തിലുള്ള ഒരാൾക്കും അതർ ദാൻ ബ്രാഹ്മണർക്ക് വേദപഠനത്തിന് അർഹത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തുഞ്ചത്ത് എഴുത്തച്ഛനെ ഉപദേശിച്ചു ആരെ? നാരായണ ഭട്ടതിരുടെ ഫാദർ ഇൻ ലോ. പൊന്നാര മോനെ, നീ നേരെ വിട്ടുപിടിച്ചോ തമിഴ്നാട്ടിലേക്ക് എന്ന്. തമിഴ്നാട്ടിൽ കേമന്മാർ ഈ എല്ലാവരും സവർണ വിഭാഗത്തിലുള്ളവരാണ്. ബ്രാഹ്മണ വിഭാഗത്തിലുള്ളവർ കുറച്ച് ആൾക്കാരെ കേമന്മാരായിട്ടുള്ളൂ. അപ്പോൾ അവരെ ആർക്ക് വേണമെങ്കിലും സംസ്കൃതം പഠിപ്പിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ കർക്കിടക മാസത്തിൽ വായിക്കുന്ന ആധ്യാത്മിക രാമായണം തുഞ്ചത്ത് എഴുത്തച്ഛൻ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് എഴുതാൻ കാരണം തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് ഒരു ഗുരുനാഥനെ കിട്ടി. അതും കേരളത്തിലുള്ള ഒരു അമ്പലവാസി പറഞ്ഞു മനസ്സിലാക്കിയിട്ട്. അന്ന് ആ അമ്പലവാസിക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കായിരുന്നു. പക്ഷേ അന്നത്തെ സവർണ മേധാവിത്വം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണ്ടേ, അതുകൊണ്ട് സമ്മതിച്ചില്ല. അവർ സമ്മതിക്കില്ല. ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ചോദിക്കും, നാരായണ ഗുരുവൊക്കെ എങ്ങനെയാണ് എത്ര കേമനായത്? നാരായണ ഗുരു ഇതേമാതിരി കൊല്ലം ഭാഗത്താണ്. അപ്പോൾ തമിഴ്നാട്ടിനോട് ഒരു ഭാഗമുണ്ട്. ശരിക്കും അവരുടെയൊക്കെ മലയാളം തമിഴ് കലർന്നിട്ടുള്ളതാണ്. അവർക്കൊക്കെ നല്ല നല്ല ആൾക്കാരെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും വളച്ചൊടിച്ച് പറയണതല്ല, ഇതൊക്കെ വളരെ സ്ട്രേറ്റ് ഫോർവേഡുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഹേ സുന്ദരി, കലിയോട് തുല്യമായിട്ടുള്ള യുഗം മറ്റൊന്നുമില്ല. ആ യുഗത്തിൽ നിന്നെ വീട് തോറും ജനം തോറും ഞാൻ വസിപ്പിച്ചു കൊള്ളാം. ആരെ? നാരദർ പറയാണ്. നാരദരാണ് ഓരോ അസുരന്മാരോടും ഓരോ ബ്രാഹ്മണനോടും പറഞ്ഞത്, ഭക്തി ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവട്ടെ. അപ്പം നാരദരെ വലിയൊരു കാര്യം ചെയ്തിട്ടുള്ളത്, ഭക്തിനെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചതാരാ? നാരദരാണ്. അപ്പോൾ ജനം തോറും ഞാൻ വസിപ്പിച്ചു കൊള്ളാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കൂ. അന്യധർമാം സ്ഥിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തഥാ ന അഹം ഹരേർദാസോ ലോകേ ത്വാം ന പ്രവർത്തയേ. എന്താ പറഞ്ഞത്? അന്യധർമാം സ്ഥിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തഥാ ന അഹം, നാഹം എന്ന് പറയുന്നത്, ന അഹം ഹരേർദാസോ, ഞാൻ ഹരിയുടെ ദാസനായിരിക്കുന്നിടത്തോളം കാലം ലോകേ ത്വാം ന പ്രവർത്തയേ, തന്നെ ഞാൻ പ്രവർത്തിപ്പിക്കുന്ന. നോക്കിക്കോളൂ, ഏതുവിധം സ്ഥാപിക്കുമെന്നും പറയാം. ഭക്തി എൻ്റെ വാക്ക് നീയെ ഒരു പാഴ്വാക്കായിട്ട് എടുക്കേണ്ടതാണ്. ഏത് വിധം സ്ഥാപിക്കുമെന്ന് ഞാൻ പറയാം. വർണ്ണാശ്രമാദി വിഹിതം എന്താ? ശൗചം, സ്നാനം, സന്ധ്യാവന്ദനം, അഗ്നിഹോത്രം, യജ്ഞം, ദാനം മുതലായ ധർമ്മങ്ങളെല്ലാം തിരസ്കരിച്ചും. കലികാലത്ത് ഇതിനൊക്കെ ആൾക്കാർ തിരസ്കരിച്ചു, പണം മാത്രമേ വേണ്ടൂ. വർണ്ണാശ്രമാദി വിഹിതങ്ങളായ ശൗചം, സ്നാനം. എന്താ ശൗചം എന്ന് പറഞ്ഞാൽ? ശൗചം എന്ന് പറഞ്ഞാൽ ബാഹ്യ ശുചിയും വേണം, ആന്തരിക ശുചിയും വേണം. അറിയണൊരു കാര്യം പറയാം. ഈ ക്ഷേത്രത്തിലേക്ക് നിവേദ്യം എഴുന്നള്ളിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാരായിരിക്കും. നിവേദ്യം എഴുന്നള്ളിക്കുമ്പോൾ പ്രദക്ഷിണ വഴി ബ്ലോക്ക് ചെയ്യണം. ചുറ്റമ്പലത്തിലേക്ക്, അതായത് വാതിൽ മാടത്തിൽ നിന്ന് ചുറ്റമ്പലത്തിലേക്ക് അകത്തെ പ്രദക്ഷിണ വഴിയിലേക്ക് കടക്കുന്നത് കയറ് കെട്ടി നിരോധിക്കണം. എന്നിട്ട് നിവേദ്യം
നിവേദ്യം എന്ന് 3 പ്രാവശ്യം പൂജാരി ഉറക്കെ പറയണം. എന്നിട്ട് വേണം ഈ നിവേദ്യ ചെമ്പ് അല്ലെങ്കിൽ ഉരുളി അകത്തേക്ക് എഴുന്നള്ളിക്കാൻ. അപ്പോൾ കൊട്ടും വാദ്യമുള്ള ക്ഷേത്രമാണെങ്കിൽ ശംഖ് വിളിക്കണം, 3 പ്രാവശ്യം ശംഖ് വിളിക്കണം. അത് കഴിഞ്ഞാൽ ഈ നിവേദ്യം ഉള്ളിൽ വെച്ച് ഇദ്ദേഹം വാതിലടയ്ക്കും, അല്ലെങ്കിൽ ഒരു പട്ടിടും. പട്ടിട്ട് വന്ന് കിണ്ടിയിൽ വെള്ളം, പുഷ്പം, ചന്ദനമൊക്കെ ഉണ്ടാവും. അത് നമസ്കാര മണ്ഡപത്തിൽ കയറി പൂവും വെള്ളവും അർപ്പിച്ച് ദണ്ഡ നമസ്കാരം ചെയ്ത് കുന്തിച്ചിരുന്ന് 11 പ്രാവശ്യം മൂലമന്ത്രം ജപിക്കണം. എന്നിട്ട് താഴത്തിറങ്ങി അതിൻ്റെ ഇടയ്ക്ക് വേറൊന്നും കൊണ്ട് വലതുഭാഗത്ത്, ശ്രീലകത്തിൻ്റെ വലതുഭാഗത്തുള്ള പിന്നെ എന്താണെന്ന് പറയുക, പ്രതിഷ്ഠിച്ചിട്ടുള്ള കല്ലുണ്ട് അവിടെ. ആ കല്ലിന് ഭഗവാന്റെ പ്രസാദം സ്വീകരിക്കുന്ന ആളാണ് ഇവർ. അപ്പോൾ എല്ലാ ഭൂതങ്ങൾക്കും വേണ്ടിയിട്ട് അവിടെയാണ് തൂവ. ആ തൂവണത് 3 പൂവ്, 3 പുഷ്പം, 3 ചന്ദനമൊക്കെ ഇട്ടിട്ട് 3 പ്രാവശ്യം നർക്കലയിലുള്ള ചോറ് കൊടുത്ത് കിണ്ടിയിൽ നിന്ന് വെള്ളം വീഴ്ത്തി എന്നൊക്കെ പറയും. എന്നിട്ടാണ് ഇതിൽ കയറി ദണ്ഡ നമസ്കാരം ചെയ്ത് പൂവും വെള്ളമിട്ട് ദണ്ഡ നമസ്കാരം ചെയ്ത് 11 പ്രാവശ്യം മൂലമന്ത്രം ജപിച്ച് താഴത്തിറങ്ങി കുതികാല്, കണങ്കാല്, കിണ്ടി ഉപയോഗിച്ച് 2 കാലും ഉരച്ച് കഴുകി പുതുവെള്ളം എടുത്ത് ശ്രീലകത്തിൽ കയറി നിന്ന് ആദ്യം വലതുഭാഗത്തും വെള്ളം വീഴ്ത്തി ഇടതുഭാഗത്തും വെള്ളം വീഴ്ത്തി മണി അടിച്ചിട്ട് വേണം കാർക്കാൻ. ഞാനിതൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. കാല് കഴുകാതെ കണ്ട് നിവേദ്യം പുറമെ, കാരണം പാർഷദന്മാർക്ക് ഇത് തൂവിക്കഴിഞ്ഞാൽ ശരീരം അശുദ്ധിയായി. ആ അശുദ്ധിയോട് കൂടിയിട്ട് അകത്ത് കയറാൻ പാടില്ല. അപ്പോൾ അവിടെ 2 ഭാഗത്തും വെള്ളം വീഴ്ത്തുന്നുണ്ട്. അതെന്തിനാണ്? അവിടെ പാർഷദന്മാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പാർഷദന്മാരെയും ബഹുമാനിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭക്തിയുടെ പ്രസ്ഥാനം അറിയണം നമ്മൾ. അത് കഴിഞ്ഞാൽ ഉഷപൂജ കഴിഞ്ഞു, അല്ലെങ്കിൽ ഉച്ചപൂജ കഴിഞ്ഞു, അല്ലെങ്കിൽ അത്താഴപൂജ കഴിഞ്ഞു. നട തുറന്നാൽ പുറത്ത് സോപാനത്തിൻ്റെ അവസാനത്തെ പടി, അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങുമ്പോൾ ആദ്യത്തെ പടിയിൽ നിന്ന് കിണ്ടിയിലുള്ള വെള്ളം തീർത്ഥം എടുത്ത് ആദ്യം വലതുഭാഗത്തും പിന്നെ ഇടതുഭാഗത്തും ഒഴിച്ചതിൻ്റെ ശേഷമേ എന്ത് ചെയ്യാൻ പാടൂ? പുറത്തേക്ക്. കാരണം വലതുഭാഗത്ത് നിൽക്കുന്നവരൊക്കെ ഭഗവാന്റെ ബ്രാഹ്മണ്യമുള്ള ആൾക്കാരാണ്. ഇടതുഭാഗത്ത് നിൽക്കുന്നതൊക്കെ അസുരന്മാരും രാക്ഷസന്മാരാണ്. അസുരന്മാരും രാക്ഷസന്മാരും മനുഷ്യന്മാരോടൊപ്പം തൊഴാൻ നിൽക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാ ഭാവങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കുഴിക്കാട്ട് പച്ച പറഞ്ഞിട്ട് നമ്പൂതിരിമാർക്ക് ശിക്ഷണത്തിനുള്ളൊരു പുസ്തകമുണ്ട്, കുഴിക്കാട്ട് പച്ച. ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മുഴുവൻ വായിച്ച് പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, താല്പര്യമുള്ളവർക്ക് വായിക്കാം. അതേമാതിരി ക്ഷേത്രത്തിനെ പറ്റി നമുക്കറിയണം. അതിന് പി മാധവ്ജര DC ബുക്സ് ക്ഷേത്ര ചൈതന്യ രഹസ്യം പറഞ്ഞൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് വായിക്കണം. അപ്പോഴാണ് ചുറ്റമ്പലം എന്ന് പറഞ്ഞാൽ എന്താണ്, മതിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, പുറത്ത് പ്രദക്ഷിണ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്. ഇതറിയാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇല്ലേ? ചില ക്ഷേത്രത്തിൽ അത്ര തന്നെ കാര്യങ്ങൾ അറിയാത്തവരാ ഭരണം. അപ്പോൾ അവർ ജീപ്പും ലോറിയും ഓട്ടോറിക്ഷയൊക്കെ ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണ വഴി കൂടെ ഓടിക്കും. എന്തിന്? ഈ മൈക്ക് സെറ്റും സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഏതിനെയാണ് പോണത്? ഭഗവാന്റെ കാലിൻ്റെ മുകളിൽ കൂടെ പോണത്. എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രതിഷ്ഠ കാല് നീട്ടിയിരിക്കുകയാണ് വിചാരിക്കുക. ഒരാൾ കാല് നീട്ടിയിരിക്കുകയാണെങ്കിൽ ആ കാല് പ്രദക്ഷിണ വഴി മുഴുവനുണ്ട്. അപ്പം ഇതാർക്കേ അറിയുള്ളൂ? ഈ പുസ്തകം വായിക്കണം. അല്ലാണ്ട് ഇപ്പോൾ ഈ
ബംഗാളിൽ നിന്നും മധ്യപ്രദേശത്ത് നിന്നും പറഞ്ഞ പൂജാരിമാർക്ക് ഇതൊക്കെ അറിയുമോ? ആഗമശാസ്ത്രം എന്താണെന്ന് അറിയോ അവർക്ക്? ഇല്ല. ഇപ്പം നമ്മൾക്ക് ഇത് ദാനം കിട്ടിയ കൂട്ടത്തിലാണല്ലോ ക്ഷേത്രം ഊരാളന്മാരിൽ നിന്ന്. 70കളിലത്തെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ശേഷമല്ലേ കമ്മിറ്റിക്കാർ വന്നത്. എന്നാൽ കമ്മിറ്റിയിലുള്ളവർക്ക് മുഴുവൻ ഇതിനെപ്പറ്റി അറിയുമോ? അവർക്കും അറിയില്ല. എന്നാൽ അവർ ചോദിക്കുമോ? ചോദിക്കില്ല. അപ്പോൾ ചോദിച്ചവരോടെ പറയൂ, എന്നാൽ നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ചിട്ടാണോ പറഞ്ഞത്? അല്ല, ഇതൊരു ചോദ്യോത്തരായിട്ടാണ് ഭാഗവതം പറയാൻ പറ്റുള്ളൂ. ഭാഗവതം എന്നല്ല, ഒരു പുരാണ ഇതിഹാസം, ഗുരുശിഷ്യ ബന്ധം ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ അവരവർ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ശരിയാണ് എന്നൊരു ഉളിവിളി കിട്ടുകയാണെങ്കിൽ നന്നായി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഏത് വിധം സ്ഥാപിക്കുമെന്നാണല്ലോ പറഞ്ഞത്? വർണ്ണാശ്രമാദി വിഹിതങ്ങളായ ശൗചം, സ്നാനം, സന്ധ്യാവന്ദനം, അഗ്നിഹോത്രം, യജ്ഞം, ദാനം മുതലായവ ധർമ്മങ്ങളെയെല്ലാം തിരസ്കരിച്ചും ഹരിമന്ദിരങ്ങളെ മാർജനം ചെയ്യുക. ഹരിമന്ദിരങ്ങളെന്ന് പറഞ്ഞാൽ ഭഗവാനെ എന്താ പറയുക, പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള മാർജനം ചെയ്യുക, നന്നാക്കുക. ലേപനം ചെയ്യുക, വൈറ്റ് വാഷ് ചെയ്യുക, പുല്ല് ചെത്തുക, എന്താണെന്നാ പറയുക, കാലാകാലമായിട്ടുള്ള കേടുപാടുകൾ തീർക്കുക, അലങ്കരിക്കുക, ഗീതനൃത്യാദികളെ കൊണ്ട് ആനന്ദിപ്പിക്കുക. ഈ ഗീതനൃത്യാദികളെന്ന് പറഞ്ഞാൽ അവിടെ സിനിമാ പാട്ട് പറഞ്ഞിട്ടില്ല. പിന്നെയോ കഥകളി, കൃഷ്ണാട്ടംകളി, ഭരതനാട്യം മുതലായിട്ടുള്ളതൊക്കെ ആവാം. അതിലും താഴെ പാടില്ല. സിനിമാറ്റിക് ഡാൻസൊക്കെ ചുറ്റമ്പലത്തിൻ്റെ പുറത്ത്, നാലമ്പലത്തിൻ്റെ പുറത്ത്, മതിൽക്കെട്ടിൻ്റെ പുറത്താവാം, അകത്ത് പാടില്ല. അകത്ത് അതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള ചൈതന്യത്തിനെ ഹനിക്കും. സോപാന സംഗീതമാവാം. അപ്പോൾ ഗീതനൃത്യാദികളെ കൊണ്ട് ആനന്ദിപ്പിക്കുക എന്നീ മഹോത്സവങ്ങളെ പുരസ്കരിക്കുകയും ചെയ്തുകൊണ്ട് ഭവതിയെ ഗൃഹം തോറും ജനം തോറും ഞാൻ വസിപ്പിച്ചു കൊള്ളാം. ഇതാരാ പറഞ്ഞത്? ഇത് പറയണത് നാരദര് ഭക്തിയോട് പറയാണ്. ഈ വിധം ലോകത്തിൽ ഞാൻ ഭവതിയെ പ്രചരിപ്പിച്ചിട്ടില്ലെന്ന് വരികിൽ അന്ന് മുതൽ ഞാൻ ഹരിദാസനല്ല എന്ന് പ്രതിജ്ഞയും ചെയ്യുന്നു. ഈ പ്രതിജ്ഞയെ പറ്റിയിട്ട് എത്ര ആൾക്കറിയാം? എന്താ പ്രതിജ്ഞ ചെയ്തത്? ഹരിദാസൻ, ഹരിയുടെ ദാസൻ എന്നാ, ഹരിദാസ്. ആ വാക്കുള്ളവർ കൂടി ഇത് മനസ്സിലാക്കണം. ഞാൻ വിഷ്ണുവിൻ്റെ ദാസനാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് വേണം അച്ഛനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടും നാട്ടുകാരോടൊക്കെ പെരുമാറാൻ. ഹരിദാസൻ. അപ്പം നാരദരുടെ പേര് നാരദൻ എന്നാണെങ്കിലും അദ്ദേഹം ആരാണ്? പദവി എന്താണ്? ഹരിദാസൻ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ജനങ്ങളിൽ വീടുതോറും ജനങ്ങൾ തോറും അവരുടെ ഹൃദയത്തിൽ തന്നെ കുടിവെച്ചിട്ടില്ലെങ്കിൽ ഹരിദാസൻ അന്ന് മുതൽ ഞാൻ ഹരിദാസനല്ല എന്ന് പ്രതിജ്ഞയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ 14ാമത്തെ ശ്ലോകം നിർത്തിയത്. അവിടെ നമുക്ക് നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.